ഹായ് ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ രാവിലെ സമയമാണ് കേട്ടോ. ഞാൻ എണീറ്റതേ ഉള്ളൂ. ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ദോശ ഇഡലിയാണ് രാവിലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചമ്മന്തിയാണ് എല്ലാ ദിവസവും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആകട്ടെ എന്ന് കരുതി ഞാൻ ചമ്മന്തി അരയ്ക്കാമെന്ന് കരുതി. ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഉണക്കമുളകും ഉള്ളിയും പിന്നെ ഉപ്പ് പുളിയൊക്കെ കൂടി ചേർത്തിട്ടുള്ളൊരു ചമ്മന്തി അരയ്ക്കാമെന്ന് കരുതിട്ടോ. കേട്ടോ, ചമ്മന്തിക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഉണക്കമുളക്, അത് വറുത്തത്, പിന്നെ ഉള്ളി, പിന്നെ ഉപ്പ് പുളി ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഒരു ചമ്മന്തി അരയ്ക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ കടയിൽ പോയി തേങ്ങ, ഉണക്കമുളക്, ചെറിയ ഉള്ളി ഇതൊക്കെ കഴിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ പോയി വാങ്ങിക്കൊണ്ട് വന്നു. എന്നിട്ട് ഞാൻ ചമ്മന്തി അരയ്ക്കാനൊക്കെ ആയിട്ടിരിക്കണം. അപ്പോൾ ദോശ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഈ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ ചെറുപ്പത്തിൽ കേട്ടോ, ഞങ്ങൾ അവിടെ പാലക്കാട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ അങ്ങനെ ഇടവിട്ടിട്ടൊന്നും അങ്ങനെ ദോശയൊന്നും ഉണ്ടാക്കില്ല. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഓലപ്പുര വീടാണ് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ മിക്സിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മിക്സിയിൽ അരി അരച്ചിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ. അരിയുടെ അളവ് അറിയില്ല, ഉഴുന്നിൻ്റെ അളവ് അറിയില്ല. തോന്നിയ പോലെ അങ്ങോട്ട് വാരിയിട്ട് അതിൽ കുറച്ച് ചോറും ഇട്ട് അരയ്ക്കുകയാണ് ചെയ്യുന്നത്. ദോശ നല്ല മയത്തിൽ കിട്ടുന്നുണ്ട്, കുറച്ച് ഉലുവയും കൂടി ഇടുന്നുണ്ട്. എനിക്ക് അളവൊന്നും അറിയാതെയാണ് ഞാൻ എപ്പോഴും അരയ്ക്കാനായിട്ട് എടുക്കുന്നത്. വീട്ടിലായിരിക്കുമ്പോൾ ഒരു അമ്മ ഒരു ഇടത്തര അണ്ടാവിനകത്താണ് അരിയും ഉഴുന്നും ഉലുവയൊക്കെ. അമ്മയ്ക്ക് അളവറിയാം. അമ്മ അളവനുസരിച്ചിട്ടാണ് അരിയിട്ട് ദോശയൊക്കെ അരയ്ക്കുന്നത് ഒരു ആട്ടുകല്ലിലാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ അന്ന് ആട്ടുകല്ലൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത് ഒരു സൈഡ് പൊട്ടിയ കാരണം അതിപ്പോൾ ആരും ഉപയോഗിക്കണില്ല. അന്ന് എല്ലാവരും ആട്ടുകല്ലിലായിരുന്നു അരിയൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വല്ല വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് അരി അരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ഞങ്ങൾ സംക്രാന്തി എന്നാണ് പറയുന്നത്. കറുത്ത വാവ് ഉള്ള സമയത്ത് അന്ന് നല്ല വിശേഷമാണ്. അന്ന് സ്കൂളൊക്കെ ഉച്ചവരെ അന്ന് സ്കൂളൊക്കെ ഉണ്ടാകുള്ളൂ കേട്ടോ. അപ്പോൾ എന്നൊന്നും ഞങ്ങൾ ദോശ ഇഡലിയൊന്നും കഴിക്കാത്തതുകൊണ്ട് വല്ലപ്പോഴും ഉണ്ടാക്കുമ്പോൾ എന്തെന്നില്ല അതൊരു സന്തോഷമാണ് കേട്ടോ എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ അരി അരയ്ക്കുന്നത് കണ്ടാൽ തന്നെ പിന്നത്തെ ദിവസം കാലത്തെ ഞാൻ ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് ഒന്ന് ദോശയാണല്ലോ അല്ലെങ്കിൽ കടയിൽ പോയിട്ട് ഞങ്ങൾക്ക് പലഹാരം വാങ്ങി തന്നെ. വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കുകയൊന്നും ചെയ്യില്ലായിരുന്നു. ഒരു മണ്ണിൻ്റെ ദോശക്കല്ലാണ് കേട്ടോ ഉള്ളത്, ഇതുപോലെ തവയൊന്നുമല്ല വീട്ടിലുള്ളത്. അപ്പം കാലത്ത് ഞാൻ എണീക്കുന്ന അന്ന് ദോശയാണല്ലോ ഉണ്ടാക്കുന്നത്. ഞാൻ 5 മണിക്ക് എണീക്കും കേട്ടോ. 5 മണിക്ക് അച്ഛനും അമ്മയ്ക്കൊക്കെ പണിക്ക് പോകണം. അമ്മയ്ക്കാണെങ്കിൽ കൊയ്ത്തിന്, അല്ലെങ്കിൽ കള പറിക്കാൻ, അല്ലെങ്കിൽ നടീലിന്, അങ്ങനെ എന്തെങ്കിലും പണിക്കായിട്ട് അമ്മയും പോകും. അച്ഛൻ മുളപ്പണിക്കുമായിട്ട് പോകും. അപ്പം ഞങ്ങൾ സ്കൂളിലേക്കും പോകുന്നതാണ്. അപ്പം നേരത്തെ തന്നെ ആദ്യം ഉണ്ടാക്കുന്നത് ദോശയായിരിക്കും കേട്ടോ. അപ്പോൾ കല്ലിൻ്റെ 3 വട്ടം ഇങ്ങനെ ചുറ്റി എന്നിട്ടാണ് ദോശ ഒഴിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പല്ലൊന്നും തേച്ചിട്ടുണ്ടാവില്ല. രാവിലെ തന്നെ നല്ല ചെറുതാണ് കേട്ടോ. രാവിലെ തന്നെ പല്ലൊന്നും തേക്കാതെ തന്നെ അമ്മ ദോശ ഉണ്ടാക്കുന്ന അടുത്ത് പോയി ഇരുന്ന് ആദ്യം ഉണ്ടാക്കുന്ന ദോശയൊക്കെ ഞാൻ തിന്നും കേട്ടോ. ആദ്യം ഉണ്ടാക്കുന്നത് നല്ല മയത്തിൽ കിട്ടില്ല, കല്ലിൻ്റെതാണ്. അതിൽ ആദ്യം ഇങ്ങനെ കുത്തി ഇങ്ങനെ ഇതാക്കിയിട്ട് പിന്നീട് അങ്ങനെ നല്ല മയത്തിൽ കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ഉള്ളതൊക്കെ ഞാനെടുത്ത് തിന്നും കേട്ടോ. തിന്നു കഴിഞ്ഞ് പിന്നെ അമ്മ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി പിന്നെ ദോശ വയറ് നിറയെ തിന്ന് ഇരിക്കും കേട്ടോ. അത് വല്ലപ്പോഴും ഉണ്ടാക്കുമ്പോൾ എന്തെന്നില്ല അതൊരു സന്തോഷമാണ്. എനിക്കിപ്പോൾ അത് ഓർമ്മ വന്നു കേട്ടോ. ഇപ്പം ഞാനിവിടെ എപ്പോഴും ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കും. അവിടെ അടുത്ത ഇതൊക്കെ ചെറിയച്ഛന്മാരൊക്കെ അവർ ദോശ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് കഴിക്കാനായിട്ട് തരും കേട്ടോ. വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കാറില്ല. വല്ല ആഘോഷമാകുമ്പോൾ മാത്രമേ പള്ളി നിറച്ച മുടിവേല, അതുപോലെ തന്നെ ഉത്സവങ്ങൾ ഉള്ള സമയത്ത് മാത്രമാണ് ഞങ്ങളവിടെ അരി അരച്ച് ദോശ ഉണ്ടാക്കുകയുള്ളൂ.
അപ്പം ഇപ്പം എനിക്ക് എന്താണ് എനിക്ക് അന്ന് ഭയങ്കര എന്നും ചോറ് തന്നെയാണ്. ചോറും പിന്നെ കറി അങ്ങനെ എന്നും അങ്ങനെ വെക്കും, പച്ചക്കറി വെക്കും. ഞങ്ങൾ മീനൊന്നും വെക്കുകയൊന്നുമില്ല, പച്ചക്കറി തന്നെ വെക്കുള്ളൂ. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അല്ലെങ്കിൽ ചമ്മന്തി കൂട്ടിയിട്ടാണ് ഞാൻ ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോഴും എന്നും ചോറില്ല. ഉച്ചയ്ക്ക് പലഹാരം കൊണ്ടുവരുമ്പോൾ കൂട്ടുകാർ തരുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കുമ്പോൾ എൻ്റെ അന്നത്തെ കാലം ഞാൻ ഓർത്തുപോയി. ഇപ്പം ഞാൻ പല്ല് തേക്കാതെ ദോശയൊന്നും കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ അന്നത്തത് ഞാനിങ്ങനെ ഓർത്ത് പോയി. അപ്പോൾ നമ്മുടെ അച്ഛനും ആദ്യകൂട്ടനും കൂട്ടിയിട്ട് പല്ല് തേക്കാൻ പോയിരിക്കുകയാണ്. ഇന്ന് അംഗൻവാടിയുണ്ട് 2 ദിവസം. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ അവധിയായിരുന്നു. നമ്മുടെ ഇവിടെയൊക്കെ കോളേജുകൾക്കും സ്കൂളുകൾക്കും അംഗൻവാടിക്കൊക്കെ അവധിയൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഇന്നലെ 2 ദിവസമായിട്ട് അംഗൻവാടി ഉള്ള കാര്യം എനിക്കറിയില്ല. ഫോണുണ്ട്, പക്ഷേ ടീച്ചർ വിളിച്ചില്ല. നമ്മുടെ ടീച്ചറിൻ്റെ ഭർത്താവിന് സുഖമില്ലാതെയൊക്കെ ഇരിക്കണം. അതുകൊണ്ട് ടീച്ചർക്ക് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വിളിക്കാതിരുന്നത്. അപ്പോൾ അംഗൻവാടി ഉള്ള കാര്യം ഇന്നലെ അറിഞ്ഞില്ല. അപ്പോൾ ഇന്ന് എന്തായാലും അവൻ അംഗൻവാടി കൊണ്ടാക്കിയിട്ട് ബാക്കി പണികളൊക്കെ ചെയ്യുള്ളൂ എന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ ദോശ ഉണ്ടാക്കി, അച്ഛന് ചമ്മന്തി ഉണ്ടാക്കി, കാപ്പി കൊടുത്ത് അച്ഛൻ തന്നെ അവൻ്റെ ദോശയൊക്കെ കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കാലത്തുള്ള വിശേഷങ്ങൾ. അനിയണ്ണന് പണിയുണ്ട്. അപ്പോൾ അനിയണ്ണനും കഴിക്കാനൊക്കെ ആയിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്പലത്തിൽ പോകണം. ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള അമ്പലം ഇന്ന് തുറക്കൊക്കെ ചെയ്യും. അപ്പോൾ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്ന് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി ചോറൊക്കെ വെച്ച് ഉച്ചയാകുമ്പോഴേക്കും എല്ലാം റെഡി ആകും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ വിശേഷങ്ങൾ.